ചേരിപ്പോരിൽ 4 താരങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച് അമ്മ ഭരണസമിതി. ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നേരിട്ടെത്തി തെളിവ് നൽകാൻ അൻസിബ ഹസൻ, ടിനി ടോം ഉൾപ്പെടെയുള്ളവർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ തന്റെ പരാതി കേൾക്കാൻ ധ്യാൻ ശ്രീനിവാസൻ, രമേശ് പിഷാരടി, മാലാ പാർവതി തുടങ്ങി 3 പേരെ ഉൾപ്പെടുത്തി നിഷ്പക്ഷ സമിതി രൂപീകരിക്കണമെന്നാണ് അൻസിബയുടെ ആവശ്യം. താരസംഘടനയിലെ ചേരിപ്പോര് രൂക്ഷമായിരിക്കെ 2 സംഘങ്ങളായി തിരിഞ്ഞ 4 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് താരസംഘടനയായ അമ്മ. അൻസിബ ഹസൻ, ടിനി ടോം, കുക്കു പരമേശ്വരൻ, ലക്ഷ്മി പ്രിയ എന്നിവർക്കാണ് നോട്ടീസ്. ജൂൺ 1-നും 3-നും ഇടയിൽ നേരിട്ട് ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കണം. തെളിവുകളുണ്ടെങ്കിൽ അതും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമ്മ നേതൃത്വത്തിന് മുന്നിലേക്കില്ലെന്ന നിലപാടിലാണ് അൻസിബ. തന്റെ പരാതികൾ കേൾക്കണമെങ്കിൽ നിഷ്പക്ഷ സമിതിയെ നിയോഗിക്കണമെന്നും അൻസിബ ആവശ്യപ്പെടുന്നു. രമേശ് പിഷാരടി, ധ്യാൻ ശ്രീനിവാസൻ, മാലാ പാർവതി എന്നിവർ സമിതിയിൽ ഉണ്ടാകണം. സമിതിക്ക് മുന്നിൽ താൻ പറയുന്ന കാര്യങ്ങൾ വീഡിയോ റെക്കോർഡിംഗ് ഉറപ്പാക്കണം എന്നീ ആവശ്യങ്ങളും അൻസിബ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കമ്മിറ്റി അംഗമായ ടിനി ടോം തന്നെ മത തീവ്രവാദിയാക്കാൻ ശ്രമിച്ചെന്നും തന്നെക്കുറിച്ച് അശ്ലീലം നിറഞ്ഞ അപവാദ കഥകൾ പ്രചരിപ്പിച്ചുവെന്നുമാണ് അൻസിബയുടെ പരാതി. അതിനിടെ ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറ എസ്ഐക്കുമെതിരെ അൻസിബ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. പോലീസിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ട മാനുഷിക പരിഗണന ലഭിച്ചില്ല. പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂർ താൻ ഹരാസ്മെന്റ് നേരിട്ടുവെന്നും അൻസിബ പരാതിയിൽ പറയുന്നു. അൻസിബ ഹസനെ നടൻ ടിനി ടോം മതതീവ്രവാദിയായി ചിത്രീകരിക്കുമ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നടി നീനാക്കുറുപ്പ് പറഞ്ഞിരുന്നത്. നീനാക്കുറുപ്പ് അടക്കമുള്ളവരെ സാക്ഷികളാക്കി നിഷ്പക്ഷ സമിതിക്ക് മുന്നിൽ എത്തിക്കാനാണ് അൻസിബയുടെ ശ്രമവും. അതുകൊണ്ട് തന്നെയാണ് രമേശ് പിഷാരടിയും ധ്യാൻ ശ്രീനിവാസനും മാലാ പാർവതിയും ഉൾപ്പെടെയുള്ളവർ തൻ്റെ പരാതി കേൾക്കണമെന്ന് അൻസിബ ഹസൻ പറയുന്നതും. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.